നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. സമാധാന ചർച്ചകൾ പുരോഗമിക്കുകയാണെങ്കിലും പശ്ചിമേഷ്യയിൽ അനിശ്ചിതത്വം തുടരുകയാണ്. അമേരിക്കയുടെയും അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളുടെയും ഒക്കെ നേതൃത്വത്തിൽ ഇറാനുമായി ഒപ്പുവയ്ക്കാൻ ഉള്ള ഒരു ഉടമ്പടി, സമാധാന ഉടമ്പടിയുടെ നിർമ്മാണം നടക്കുകയാണ്. സമാധാന ഉടമ്പടിയിൽ നിരവധി നിർദ്ദേശങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നതാണ്. ഇറാൻ്റെ ആണവായുധ നിർമ്മാണം നിർത്തിവെക്കുന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ ആ സമാധാന ഉടമ്പടിയിലുണ്ട്. എന്നാൽ ഘട്ടം ഘട്ടമായിട്ടാണ് ആ ഉടമ്പടി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഈ സമാധാന ഉടമ്പടിയിൽ ആദ്യഘട്ടം എന്ന നിലയിൽ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ തുറക്കുകയും അമേരിക്ക ഇറാൻ്റെ തുറമുഖങ്ങൾക്കെതിരെ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം അവസാനിപ്പിക്കുകയും ചെയ്യും. ഇറാൻ ആണവായുധ നിർമ്മാണം അവസാനിപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ പിന്നീട് ഘട്ടം ഘട്ടമായി നടപ്പിലാക്കും. ഈ രീതിയിലുള്ള ഒരു സമാധാന ഉടമ്പടിയാണ് ഗൾഫ് രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ തയ്യാറായി വരുന്നത്. ഇതിനോട് അമേരിക്കയ്ക്ക് അനുകൂല നിലപാടാണുള്ളതെങ്കിലും ചില വിഷയങ്ങളിൽ ഇപ്പോൾ ഇറാൻ എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ യുദ്ധം അവസാനിക്കരുത് എന്ന നിലപാടിലാണ് ഇസ്രായേൽ. അതായത് ഈ യുദ്ധം ഇപ്പോൾ അവസാനിപ്പിച്ചാൽ ഇറാൻ വീണ്ടും സൈനികമായി ശക്തിയാർജിക്കും. ആണവായുധങ്ങൾ ഉൾപ്പെടെ നിർമ്മിച്ചുകൊണ്ട് ഇസ്രായേലിന് ഭീഷണിയായ ഒരു രാജ്യമായി മാറും. അതുകൊണ്ട് തന്നെ ഇറാനെ സമ്പൂർണ്ണമായി തകർക്കുന്നതുവരെ സൈനിക നടപടി തുടരണമെന്നാണ് ഇസ്രായേൽ പറയുന്നത്. അതിന് അവർ അമേരിക്കയെ കൂട്ടുപിടിക്കുന്നു. എന്നാൽ അമേരിക്ക ഇപ്പോൾ തന്നെ ലക്ഷം കോടികൾ ഈ യുദ്ധത്തിനായി ചെലവഴിച്ചു കഴിഞ്ഞു. എന്നിട്ടും ഇതുവരെയും അമേരിക്കയുടെ സൈനിക നടപടിയുടെ ലക്ഷ്യം നേടാൻ സാധിച്ചിട്ടില്ല. ഇറാൻ്റെ മതഭരണകൂടത്തെ ഇല്ലാതാക്കി അവിടെ ഒരു ജനകീയ സർക്കാരിന് രൂപം കൊടുക്കുക എന്നുള്ളതാണ് അമേരിക്കൻ ആക്രമണത്തിൻ്റെ ലക്ഷ്യം. ഒപ്പം ഇറാൻ്റെ ആണവായുധ ശേഷി ഇല്ലാതാക്കുകയും വേണം. ഇത് രണ്ടും ഇല്ലാതായിട്ടില്ല. ഇറാൻ്റെ പരമോന്നത നേതാവായ അയത്തുള്ള ഖൊമേനിയെ വധിക്കാൻ കഴിഞ്ഞുവെങ്കിലും അതിൻ്റെ പിന്തുടർച്ചക്കാരെ ഇതുവരെ ഇല്ലാതാക്കാൻ സാധിച്ചിട്ടില്ല. ആ ഭരണകൂടത്തെ ഇല്ലാതാക്കാനും അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇറാനെതിരെ വീണ്ടും യുദ്ധം തുടരണം എന്ന നിലപാടിലാണ് ഇസ്രായേൽ. എന്നാൽ അമേരിക്ക ഇപ്പോൾ ഇറാനെ പഴയതുപോലെ ആക്രമിക്കാൻ മടിക്കുകയാണ്. നേരത്തെ ഇറാന്റെ വ്യോമ അതിർത്തിയിലേക്ക് നിർബാധം അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്ക് കടന്നു ചെല്ലാനും ബോംബ് വർഷിക്കാനും സാധിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷം ഇറാൻ ആദ്യം ചെയ്തത് വ്യോമ പ്രതിരോധ സംവിധാനം പുനർനിർമ്മിക്കുക എന്നുള്ളതായിരുന്നു. ഇറാൻ ഇപ്പോൾ നല്ല ഒന്നാന്തരം വ്യോമ പ്രതിരോധ സംവിധാനം ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അമേരിക്കൻ മിസൈലുകൾക്കോ യുദ്ധവിമാനങ്ങൾക്കോ ഡ്രോണുകൾക്കോ ഒന്നും അങ്ങനെ അത്ര എളുപ്പത്തിൽ ഇറാൻ്റെ വ്യോമാതിർത്തിയിലേക്ക് ഇപ്പോൾ പ്രവേശിക്കാൻ കഴിയില്ല. ഇത് അമേരിക്ക നന്നായി മനസ്സിലാക്കി. അതുകൊണ്ടാണ് UAEയുടെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ നടന്ന ആക്രമണത്തിന് മറുപടിയായി പെട്ടെന്ന് ആക്രമണം നടത്താൻ ഒരുമ്പിട്ട അമേരിക്ക പെട്ടെന്ന് തന്നെ ഉൾവലിഞ്ഞത്. കാരണം വ്യോമ പ്രതിരോധ സംവിധാനം ഇറാൻ ആക്ടിവേറ്റ് ചെയ്തുവെന്ന് അമേരിക്കയ്ക്ക് വിശ്വസനീയമായ വിവരങ്ങൾ ലഭിച്ചു. എങ്ങനെയെങ്കിലും അമേരിക്കയെ പ്രലോഭിപ്പിച്ച് തങ്ങളുടെ വ്യോമ അതിർത്തിയിലേക്ക് യുദ്ധവിമാനങ്ങൾ എത്തിച്ചാൽ അവിടെ ആ യുദ്ധവിമാനങ്ങളെ വെടിവെച്ചിട്ടുകൊണ്ട് വീണ്ടും ഹീറോ ചമയാൻ ഇറാൻ പദ്ധതിയിട്ടു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് വെടിനിർത്തൽ കരാർ നിലവിലിരിക്കെ ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തിയത്. UAEയുടെ ആണവ കേന്ദ്രത്തിലേക്ക് നടത്തിയ ഡ്രോൺ ആക്രമണം അങ്ങേയറ്റത്തെ പ്രകോപനമായിരുന്നു. അന്നു രാത്രി തന്നെ അതിശക്തമായ ആക്രമണം നടത്താൻ അമേരിക്ക തുനിഞ്ഞതാണ്. പക്ഷേ ഇറാനിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ അമേരിക്കയെ അതിൽ നിന്നും പിന്മാറ്റി. മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങൾ ഇറാനുമായി സമാധാന ഉടമ്പടി എന്ന ചർച്ച അത് ദീർഘദൂരം മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞിരിക്കുന്നു. അമേരിക്കയുടെ ആവശ്യങ്ങളും ഇറാൻ്റെ നിലപാടുകൾക്കും യോജിച്ച രീതിയിൽ ചെറിയ ചെറിയ വിട്ടുവീഴ്ചകൾ രണ്ടു ഭാഗത്തും വരുത്തിക്കൊണ്ടുള്ള ഒരു സമാധാന ഉടമ്പടിക്ക് ഖത്തറും UAEയും സൗദി അറേബ്യയും എല്ലാം മുൻകൈയെടുത്ത് തയ്യാറാക്കി വരുന്നു. ഇതിൽ ഭൂരിഭാഗം നിബന്ധനകളും ഇറാൻ ഇപ്പോൾ അനുസരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആണവായുധ നിർമ്മാണം വേണമെങ്കിൽ തൽക്കാലത്തേക്ക് നിർത്തിവെക്കാമെന്ന് പോലും വാക്കാൽ ഇപ്പോൾ ഇറാൻ ഉറപ്പ് പറയുന്നുണ്ട്. കാരണം ഇറാൻ്റെ സമ്പദ് വ്യവസ്ഥ ദിനം പ്രതി നശിച്ചു വരികയാണ്. ഈ കരാറിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ അമേരിക്ക ഇറാനുമേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന എല്ലാ ഉപരോധങ്ങളും പിൻവലിക്കും. അടുത്ത 60 ദിവസത്തേക്ക് ഇറാന് നിർബാധം അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണ വിൽക്കാനുള്ള സാഹചര്യം ഒരുങ്ങും. അതുകൊണ്ട് തന്നെ ഇത് വലിയ ഒരു പ്രലോഭനമാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം. ഇറാൻ്റെ എണ്ണ വിൽപ്പനയും കയറ്റുമതിയൊന്നും കഴിഞ്ഞ കുറേ നാളുകളായി നടക്കുന്നില്ല. അതിൻ്റെ കാരണം ഹോർമൂസ് കടലിടുക്ക് ഉപരോധിച്ചുകൊണ്ട് അമേരിക്ക നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ. ഇറാൻ്റെ 90% എണ്ണയും വാങ്ങി കച്ചവടം ചെയ്തിരുന്നത് ചൈനയാണ്. ചൈനയിലേക്ക് ഇറാൻ്റെ കപ്പലുകളൊന്നും പോകാൻ അമേരിക്ക അനുവദിക്കുന്നില്ല. ഇത് ഇറാനെ സാമ്പത്തികമായി തകർത്തിരിക്കുന്നു. ഈ
സാഹചര്യത്തിൽ ഇറാന് ഏതെങ്കിലും ഇത്തരത്തിലുള്ള ഉപരോധത്തിൽ ഒരു അയവ് കിട്ടിയാൽ അത് വലിയൊരു വരദാനമായി മാറിയേക്കും. അതുകൊണ്ട് തന്നെ ആണവായുധങ്ങളിലും അതുപോലെ ഹോർമൂസ് കടലിടുക്കിലും ഒക്കെ ഒരല്പം വിട്ടുവീഴ്ച ചെയ്താൽ ഇറാന് എല്ലാ ഉപരോധങ്ങളും നീങ്ങുകയും വർഷങ്ങളായി ഇറാൻ അനുഭവിക്കുന്ന ശ്വാസമുട്ടലിൽ നിന്ന് 60 ദിവസത്തേക്കെങ്കിലും മോചനമുണ്ടാവുകയും ചെയ്യും. ഇതാണ് ഇറാനെ ഇപ്പോൾ മാറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഈ സമാധാന ഉടമ്പടിക്ക് ഇറാൻ അംഗീകാരം നൽകുന്ന നിമിഷം വെടിനിർത്തൽ അടുത്ത 60 ദിവസത്തേക്ക് കൂടി നീട്ടാൻ അമേരിക്ക തയ്യാറാണ്. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ്റെ പരമോന്നത നേതാവ് മൊജ്തബ ഖമൈനി ഒളിവിലാണ്. ഇദ്ദേഹം എവിടെയാണുള്ളത് എന്നുള്ളത് സംബന്ധിച്ച് ആർക്കും അറിവില്ല. നിരവധി ദൂതന്മാർ മുഖേന പലയിടങ്ങളിൽ ചുറ്റിക്കറങ്ങി വേണം സന്ദേശം മൊജ്തബയിലേക്ക് എത്തിക്കാൻ. മൊജ്തബ ഈ ഒരു സന്ദേശം വായിച്ച ശേഷം അല്ലെങ്കിൽ ഈ കരാറുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ പരിശോധിച്ചതിന് ശേഷം അംഗീകാരം നൽകണം. ഒരാശയവിനിമയം അങ്ങോട്ട് നടക്കണം, അതിന് ദിവസങ്ങളെടുക്കും. ആ ആശയവിനിമയത്തിൻ്റെ മറുപടി തിരിച്ചു വരാനും ദിവസങ്ങൾ വേണ്ടിവരും. കാരണം മൊജ്തബ ഖമൈനി ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും സൈന്യങ്ങൾ ലക്ഷ്യം വയ്ക്കുന്ന ഒരു നേതാവാണ്. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷ ഒരുക്കിക്കൊണ്ട് ഒളിത്താവളങ്ങളിലാണ് മാറി മാറി മൊജ്തബ ഖമൈനി ഒളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അംഗീകാരം കിട്ടുക എന്ന് പറഞ്ഞാൽ അതല്പം പണിയുള്ള ഏർപ്പാടാണ്. ആ ഒരു രീതി അല്ലെങ്കിൽ ആ ഒരു കാലതാമസം മാത്രമാണ് ഉള്ളത് എന്ന് ഇറാൻ വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട്. ഇറാൻ്റെ പ്രസിഡന്റ് പെസഷ്കിയാൻ അടക്കമുള്ളവർ സമാധാന ഉടമ്പടിക്ക് അനുകൂലമാണ്. എന്നാൽ IRGC ഈ സമാധാന ഉടമ്പടിക്ക് ഒട്ടും അനുകൂലമല്ല. IRGCയുടെ എതിർപ്പ് മറികടന്നുകൊണ്ട് സമാധാന ഉടമ്പടി ഒപ്പുവെക്കാനാണ് ഇറാൻ ഭരണകൂടം ഇപ്പോൾ ശ്രമിക്കുന്നത്. മൊജ്തബ ഖമൈനിയുടെ അംഗീകാരം കിട്ടിയാൽ തീർച്ചയായും ഈ സമാധാന ഉടമ്പടി നിലവിൽ വരികയും അടുത്ത 60 ദിവസത്തേക്ക് വെടിനിർത്തൽ നീട്ടുകയും ചെയ്യും. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ സാഹചര്യം അവർക്കൊട്ടും ഇഷ്ടമില്ല. അവർക്ക് ഇപ്പോഴും യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കണം. അതിന് അമേരിക്ക തികഞ്ഞ പിന്തുണ നൽകുകയും വേണം എന്നതാണ് ഇസ്രായേലിൻ്റെ നിലപാട്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് സമാധാന ഉടമ്പടി ഫൈനലൈസ് ആകുന്ന സാഹചര്യത്തിൽ ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ഇറാനിലേക്ക് ഡ്രോൺ ആക്രമണം നടത്താൻ ശ്രമിച്ചത്. ഇസ്രായേലിൻ്റെ ഈ ഡ്രോൺ ഇറാൻ്റെ വ്യോമപരിധി ലംഘിച്ചയുടൻ തന്നെ വെടിവെച്ചിടപ്പെട്ടു. ഒരു പിടി ചാരമായി മാറി ഇസ്രായേലിൻ്റെ ഡ്രോണ്. ഇതാണ് ഇറാൻ ഇപ്പോൾ ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്ന പുതിയ വ്യോമ പ്രതിരോധ സംവിധാനം. ഇതുകൊണ്ടാണ് അമേരിക്ക ചാടിയിറങ്ങി ആക്രമിക്കാതെ മിണ്ടാതിരിക്കുന്നത്. ഇതുകൊണ്ടാണ് അമേരിക്ക വീണ്ടും സമാധാന ഉടമ്പടിക്ക് ശ്രമിക്കുന്നത്. ഇനിയും യുദ്ധവിമാനങ്ങളും മിസൈലുകളും നശിപ്പിക്കാൻ അമേരിക്ക ഒരുക്കമല്ല. ഇറാൻ എവിടെ നിന്നോ വ്യോമ പ്രതിരോധ സംവിധാനം സംഘടിപ്പിച്ച് അത് ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നു. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഡ്രോൺ ആക്രമണങ്ങളെ പോലും പ്രതിരോധിക്കാൻ ഇറാൻ ഇപ്പോൾ ശേഷിയുണ്ട് എന്നതിൻ്റെ സൂചനയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേലിൻ്റെ ആളില്ലാ വിമാനം വെടിവെച്ചിട്ട നടപടി. ഇതൊരു മുന്നറിയിപ്പ് മാത്രമാണെന്നും ആക്രമണത്തിന് തുനിഞ്ഞാൽ പ്രത്യാക്രമണം ഉറപ്പാണെന്നും ഇറാൻ ഭരണകൂടം ഇപ്പോൾ വ്യക്തമാക്കുന്നു. അതേസമയം തന്നെ സമാധാന ഉടമ്പടിയിലേക്കുള്ള ശ്രമങ്ങൾ നടക്കുകയും ചെയ്യുന്നു. സമാധാന ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കുമോ ഇല്ലയോ, വീണ്ടും പ്രകോപനങ്ങൾ ഉണ്ടാകുമോ, ഇതിനെക്കുറിച്ച് ആർക്കും ഇപ്പോൾ ഉറപ്പ് പറയാൻ സാധിക്കില്ല. ഇന്ത്യൻ എണ്ണ വിപണിയിൽ ഉണ്ടായിരിക്കുന്ന എണ്ണവില വർധനവ് ഇതിൻ്റെ സൂചനയാണ്. വീണ്ടും എണ്ണവില ഇന്ന് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ ഗവൺമെൻറ്. അതായത് ഗൾഫ് മേഖലയിൽ ഇനിയും കുറച്ചധികം ദിവസങ്ങൾ അനിശ്ചിതത്വം തുടരുമെന്നാണ് ഈ വില വർധനവ് നൽകുന്ന സൂചനയും.